നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 957th day. Today, first sloka of Pradhama Skandam, 12th chapter. For details, please see the other version. Om Namo Bhagavate Vasudevaya. Om Shri Krishna Paramatmane Namah. Hari Shri Ganapataye Namah. Avignamastu Shri Gurubhyo Namah. Om Tat Sat. कृष्णं नारायणं वन्दे कृष्णं वन्दे व्रजप्रियं कृष्णं द्वैपायनं वन्दे कृष्णं वन्दे प्रदासुदम् ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാം അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം. ഒരു ദിവസം ഒരു ശ്ലോകം. 957 ദിവസം. അശ്വത്വാംനോപസൃഷ്ടേന ശൗനകാ ഉവാച അശ്വത്വാംനോപസൃഷ്ടേന ബ്രഹ്മശിഷ്ണോരു തേജസ ഉത്തരായാഹതോ ഗർഭ ഈശേന ജീവിത പുന. ഓം തത്സത്. കഴിഞ്ഞ കുറേ മുന്നേയുള്ള ഒരു അധ്യായത്തിൽ പറഞ്ഞ കഥ പറയുകയാണ്. അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മ അസ്ത്രത്താൽ ഹനിക്കപ്പെട്ട ഉത്തരയുടെ ഗർഭത്തിൽ ഉണ്ടായ ആ ശിശുവിനെ ഭഗവാനാൽ വീണ്ടും ജീവിക്കപ്പെട്ടു. 3 ശ്ലോകങ്ങളും ചേർന്നാലാണ് അർത്ഥം വരിക. ശൗനകാദികൾ സൂത പൗരാണികനോട് പറയുകയാണ് ഭഗവാന്റെ കഥ. ഭഗവാൻ ദ്വാരകയിൽ എത്തിയവരെയുള്ള കഥകൾ എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം അശ്വത്ഥാമാവിനാൽ ഹനിക്കപ്പെട്ട് ഭഗവാനാൽ ജീവിക്കപ്പെട്ട ആ ശിശുവിനെക്കുറിച്ച് ചോദിക്കുകയാണ്. ഉത്തരയുടെ ഗർഭത്തിലുള്ള ആ ശിശുവിൻ്റെ നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് അശ്വത്ഥാമാവ് തൻ്റെ പ്രതികാരം തീർക്കുവാൻ വേണ്ടി ഹനിക്കുകയും ആ ശിശുവിനെ ഭഗവാൻ ഗർഭത്തിൽ പ്രവേശിച്ച് രക്ഷിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ശൗനകാ ഉവാച അശ്വത്ഥാംനോപസൃഷ്ടേന ബ്രഹ്മശിഷ്ണോരു തേജസ ഉത്തരായോ ഹതോ ഗർഭ ഈശേനാജീവിത പുന. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.